പാല് കുടിക്കണം. നിർത്തടാ പാല് കുപ്പി. ഡോർ ഓപ്പൺ ചെയ്യാറാ ചക്ക. ഇല്ല ഞാൻ വണ്ടി എടുത്തോണ്ട് പോണേ. എടാ ഡോർ നോക്കടാ. ഇല്ല എനിക്ക് കാരണം ഡോർ നോക്ക്. ഡോർ ഓട്ടി ശരിയാ മതി. ചെക്ക ഓപ്പൺ ആയി ഗൈസ്. ഇതാ പോനോ ഗൈസ്. ചെക്ക ഡോറ് പൂട്ടിക്കളഞ്ഞു ഗൈസ്. ഇത് കണക്കിനാ കയറിയ. എടാ ഇനി ഇങ്ങനെ പൂട്ടിക്കളയല്ലേട്ടാ. പൂട്ടിക്കളഞ്ഞ് ഇനി ഇറക്കി അങ്ങോട്ട് കളയുന്നു ഗൈസ്. പിന്നെ ഇന്നത്തെ വീഡിയോയിലൊക്കെ എല്ലാം വെച്ചാൽ മതി. സ്വാഗതം. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. 200 സബ് അത്രോള്. അപ്പോൾ നമുക്ക് ഗൈസ് ഇനി നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. ഇത് ഫുള്ളായിട്ട് നമ്മൾ ഈ മാപ്പ് കയറാൻ പോകണം ഗൈസ്. മാപ്പിൻ്റെ എന്ത് പോലെ നമുക്ക് എത്തിക്കാൻ പറ്റുമോ എന്നറിയില്ല. നോക്കാം, നമുക്ക് ട്രൈ അടിച്ച് നോക്കാം അല്ലേ. എത്തിക്കാൻ പറ്റുമെങ്കിൽ കൊള്ളാമായിരുന്നു ഗൈസ്. ഇനി നമുക്ക് അങ്ങോട്ട് ഭയങ്കര വലിയ കയറ്റവും വളവൊക്കെയാണ് ഉള്ളത്. അയ്യോ, ഹൊറർ ഗെയിമും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് തന്നെ ഗൈസ്, നമുക്ക് കളിച്ച് നോക്കാം അല്ലേ. അല്ലേ, നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി ഗൈസ്. പിന്നെ സബ്ബടിക്കാനും മറന്നു പോരുതാരും ഗൈസ്. പിന്നെ നമ്മുടെ ബസ് എന്ന് പറയുമ്പോൾ ഖലീഫയാണ്. ഇതിൻ്റെ അകത്തും ഗൈസ് മറ്റേ അപ്ഡേഷൻ, കണ്ണിൻ്റെ അപ്ഡേഷൻ കൊണ്ടുവരാനുണ്ട്. അത് സിയാൻ കൊണ്ടുവരാമെന്നൊക്കെയാണ് പറഞ്ഞേക്കണേ. സിയാൻ ചെയ്യാന്നൊക്കെയാണ് പറഞ്ഞേക്കണേ. വണ്ടി സ്റ്റാർട്ടാവുമെന്ന് അറിയില്ല അല്ലേ. സിയാൻ്റെ വീട്ടിലിട്ട് നമ്മൾ പണി ചെയ്യുന്നതാണ് വണ്ടി. അപ്പോൾ നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പയ്യനെ അങ്ങോട്ട് കുളിയൊക്കെ പോവാം. സ്പീഡ് കിട്ടോ? സ്പീഡ് ഗൈസ്. അന്ന് പിക്കപ്പിനൊക്കെ ഓടിച്ചാലാണ് ഗൈസ് കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത വണ്ടി. എൻ്റെ പോനോ, അന്ന് കൊമ്പൻ ബസ്സായിരുന്നു. ഇപ്പോൾ ഖലീഫയും കൊണ്ടാണ് ഗൈസ് നമ്മൾ വന്നേക്കണം. ഇനി നമുക്ക് അങ്ങോട്ട് പയ്യനെ ഇങ്ങനെ അങ്ങോട്ട് പോകാം. എന്താണ് ഓട്ടോറിക്ഷ. അയ്യോ, 2 നില ബസ്സിൽ ഞാൻ കയറിയിട്ട് പോലും ഇല്ല. സെറ്റായിരുന്നു, എന്നാലൊരു പേടി. ഗൈസ് ഇതൊരു മലയാണ് കേട്ടോ. ഇതിൻ്റെ അങ്ങോട്ട് എൻജിന് നല്ല മീൻ കറിയൊക്കെ, മീൻ പൊരിച്ചതൊക്കെ കിട്ടും. അത് കഴിക്കാനാണ് നമ്മൾ വണ്ടി നശിപ്പിക്കണത്. സിയാൻ പിന്നെ ഒടുക്കത്തെ പാല് കൊതിയനായോണ്ടേ പിന്നെ പറയണ്ട. ഞാൻ അറിഞ്ഞ് ഇപ്പം കുപ്പിപ്പാല് കുടിച്ചോണ്ടിരിക്കണത് ഗൈസ്. എന്നിട്ട് ഡോറ് കൂട്ടിക്കളഞ്ഞ ഈ ചക്കൻ. നീ കുഞ്ഞിക്കൊച്ചായോ? കുഞ്ഞിക്കൊച്ചുങ്ങളുടെ ഗൈസ്, കുഞ്ഞിക്കൊച്ചിൻ്റെ അമൃതം പൊടിയൊക്കെ സിയാൻ കട്ട് തിന്നോന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പുതിയ വാർത്ത ഇറങ്ങും മിക്കവാറും. ഒരു ചെക്കൻ പിള്ളേരുടെ അമൃതം പൊടി തട്ടിപ്പറിച്ച് ഗൈസ്. അമൃതം പൊടി കഴിച്ച് നമ്മുടെ സിയാൻ ഇച്ചിരി 6 പാക്കായി. അതുകൊണ്ടാണ് ഇപ്പം എന്നെ പൂട്ടിക്കളഞ്ഞത്. അപ്പോൾ നമുക്കിനി ഞങ്ങളുടെ പയ്യനെ വളച്ചെടുക്കാം. ഞാൻ ചെന്ന് കുഴി പോകുമെന്ന്. അയ്യോ, വണ്ടി അങ്ങോട്ട് കയറണില്ല സിയാനെ. അപ്പോൾ ഗൈസ് നമുക്കിനി പയ്യനെ അങ്ങോട്ട് പോകാം. നല്ല മഴ പെയ്തിട്ടുണ്ട് ഗൈസ്. സിയാനെ ഉറങ്ങാനുള്ള കുപ്പിയും കുടിച്ച് പാലും കുടിച്ച്. അയ്യോ, ഇതെന്താ ഒരു ബട്ടൺ? അതെനിക്കറിയാൻ പാടില്ല. ഒന്നൊക്കെ നോക്ക് നീ. ആണാ വണ്ടി ഓഫ് ആയി പോയല്ലേ. എന്ത് ഓണായി. ഇതാ പോനോ ഗൈസ്. വണ്ടി ഓഫാക്കണേ ഓണാക്കണേ ബട്ടൺ ചെയ്യുന്നത്. എമർജൻസി പെട്ടെന്ന് താക്കോലി ഇല്ലെങ്കിൽ അത് നോക്കിയാൽ മതി. താക്കോല് അതാണെന്ന് തോന്നാണ് എനിക്ക് ഗൈസ്. നോക്കി താക്കോല് എടുക്കണ്ട. താക്കോലാണ്. അപ്പൊ വണ്ടി കട്ടെടുത്തോണ്ട് പോയാലേ? ഇല്ല, വണ്ടി നമുക്ക് 2 താക്കോലുണ്ടല്ലോ. 2 താക്കോല അതല്ല, കള്ളന്മാര് പോയാൽ അത്രയും വണ്ടി കയറി എടുത്തോണ്ട് പോയാലേ. കള്ളന്മാര് കയറിയാൻ പാടില്ല. ആ ബട്ടൺ വെക്ക ഒഴിപ്പറിച്ച് കളഞ്ഞേക്കാം ഗൈസ്, അല്ലെങ്കിൽ ശരിയാവൂല. കള്ളന്മാര് വല്ല കടിച്ചെടുത്തോണ്ട് പോയാൽ ഇനി കള്ളന്മാര് കയറിയാൻ പാടില്ല. അങ്ങനത്തെ ഒരു ബട്ടണുള്ള നിനക്കറിയാലോ, അത് മതി. നീ പിന്നെ പാട്ടായിക്കോളും ഗൈസ്. ഇവനറിഞ്ഞാൽ നീ പൈസ നമുക്കിനി അങ്ങോട്ട് പോവാം ഗൈസ്. ഞാൻ പുതിയൊരു പരിപാടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊട്ടേഷൻ തുടങ്ങിയിട്ട് ആരെങ്കിലും ഇടിച്ചു പൊളിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി അല്ലേ. കൊട്ടേഷനാണ് ചെയ്യാൻ. നീ ഗുണ്ടമ്മ ഗുണ്ടായി പൈസ നമുക്ക് കയറോളാ. കേറൂല ചെക്കൻ സോപ്പ് പൊട്ടിയക്കാരാന്ന് മാറിക്കോ. ആ ചക്കനൊന്ന് മുട്ടിയപ്പോ തന്നെ ആ ചക്കൻ പറന്ന് ബാക്കാട്ട് പോയി. സ്പീഡിലാ 100-110 പോണം. ഗിയർ എന്താണ് മാറാത്ത? ഇപ്പൊ ഗിയർ മാറിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പയ്യെ അങ്ങോട്ട് വളച്ച് ഇങ്ങനെ. അയ്യോ പ്രൊഫഷണൽ ഡ്രൈവർ ഇങ്ങനെയായിരിക്കും വളക്കുന്നത് കണ്ട. അതൊക്കെയാണ് നമ്മുടെ വളവ്. അയ്യോ, നേരെ കൊക്കെ എത്താണ്ടിരുന്നാ മതിയായിരുന്നു ഗൈസ്. എടാ കയറ്റം ഒക്കെ നമുക്ക് എങ്ങനെയും കയറ്റാം. കുറേ പോകാനുണ്ടല്ലോ ഗൈസ്. കുറേ പോകാനുള്ളതുകൊണ്ടൊരു മടി.
നമുക്ക് ഇല്ലെങ്കിൽ ഇവിടെ വൈൻഡപ്പ് ചെയ്താലേ. എന്ത് മൈൻഡപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. ഗൈസ് നമുക്ക് കുറേ പോകാനുണ്ട്. ഇച്ചിരി ശോകമാണ് ഗൈസ്. നീ സബ് അടിച്ചാൽ നമുക്ക് ശോകമൊന്നുമില്ല അല്ലേ? ഞാൻ ഒട്ടിച്ച പ്രശ്നം. നീ ഒട്ടിച്ച പ്രശ്നമുണ്ട് ഗൈസ്. അന്ന് മാപ്പിൻ്റെ പകുതി വരെ എത്തിച്ചിട്ടാണ് ഗൈസ് കുഴി കൊണ്ടിട്ട വണ്ടി. എന്ത് പറയാനാന്നാ. നീ ഇപ്പം അങ്ങോട്ട് പക്ഷേ ബൈസ് എന്ന് ഗൈസ് ഈ വണ്ടി പക്ഷേ വെക്കാൻ സുഖമായി. ഓക്കെ 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 ഓക്കെ. ചേട്ടാ ഡ്രിഫ്റ്റ് അടിച്ചാണ്. ചേട്ടാ നേരെ എടുത്ത് പോയാൽ മതി. അതെ ചേട്ടാ, നേരെ എടുത്ത് ഞാൻ തള്ളിയിട്ട് തരാണെങ്കിൽ. ഓക്കെ. അപ്പോൾ ഗൈസ് ആ ചേട്ടൻ അമ്മ അങ്ങനെ പറഞ്ഞു വിട്ടാറുണ്ട്. എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ അൽഫാം എടുക്കാൻ മറന്നു. എടാ ഗൈസ് അൽഫാം അപ്പോൾ ഗൈസ് നമുക്ക് അൽഫാമൊക്കെ എടുക്കാനുള്ളതാണ്. അതൊക്കെ നമുക്ക് ഇനി ഇവര് പോണ വഴിയിൽ വല്ല കടയൊക്കെ കാണണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. ഗൈസ് ഞങ്ങൾക്ക് പണ്ടൊരു യൂട്യൂബ് ചാനൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനൊരു സബ്ബൊന്നും അടിക്കണ്ട അല്ലേ? അത് ആ സബ് നമുക്ക് ഇനി വേണ്ട ഗൈസ്. ചെറിയായിട്ട് മൊബൈലൊന്ന് റീസെറ്റൊക്കെ ഒന്ന് ചെയ്ത് വന്നപ്പോഴേക്കും എന്താ ആ ചാനൽ അങ്ങോട്ട് പോയി. ഗൈസ് നമുക്ക് ഞാനൊന്ന് പറഞ്ഞിരിക്കേണ്ട ഈ വളവ് എങ്ങനെയും ക്യാച്ചെടുക്കാൻ നോക്കാം അല്ലേ? വേണ്ട, അന്ന് പകുതി പോയി വെച്ചിട്ടാണ്. ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധിയില്ല അതിനനുസരിച്ച്. എന്ത് ബുദ്ധി വെച്ച് എങ്ങനെ ഇത് മേടിക്കാം? അന്ന് എങ്ങനെയാണ് സ്വർഗത്തിൽ പോണ? നേരെ എടുത്ത് ചാടിയാൽ മതി. ഇല്ല മരിച്ചുപോയ ആൾക്കാർക്ക് സ്വർഗത്തിൽ പോണം. പക്ഷെ പോകണ്ടല്ലേ? എടാ വണ്ടിയുടെ അടി തട്ടിയാ മരിച്ച ആൾക്കാർക്ക് സ്വർഗത്തിൽ പോകണ്ടെന്നാ എന്തൊക്കെ അറിയാമെന്ന് പറയാം. അല്ല അപ്പൊ പ്രേതങ്ങൾക്ക് പോകണ്ടേ? പ്രേതം മരിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് അവിടെ വെച്ചാണ് തീരുമാനിക്കണം സ്വർഗത്തിൽ പോണ നരകത്തിൽ പോണ അല്ലെങ്കിൽ മറ്റേ ഇപ്പൊ ഇങ്ങനെ നേരെ അങ്ങോട്ട് സ്വർഗത്തിലായിട്ട് പറഞ്ഞു വിടും. പിന്നെ വിട്. അതാകുമ്പോ അവിടെ നിന്റെ ശല്യം വേണ്ട. ഓ അങ്ങനെ അങ്ങനെ ഞാനും കൂടി വരും. ചെയ്യാന്നറിയത്തി പോട്ടെ. നിനെക്കാട്ടുമ്പോ അത് തന്നെ. ഇപ്പൊ കഴിച്ച് നമ്മളെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. എന്താണെന്ന് പറയാൻ ലൈഫ് ബസ് അങ്ങോട്ട് കയറാനുണ്ടായില്ല. പിന്നെ നോക്കുമ്പോൾ അറിഞ്ഞ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ത് മണ്ടാനല്ലേ ചെയ്യാൻ? ഞാനല്ല ചെയ്യാനാണ് ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് പറയാ എടാ വണ്ടി നീങ്ങണില്ല. ഇവൻ മഴയില്ലാത്ത മഴ കൊണ്ടോണ്ട് വൈപ്പർ ഓണാക്കിട്ട് വൈപ്പർ ഇച്ചിരി പണിയെടുക്കാറില്ല. വേണ്ട, ആവശ്യമില്ല തലക്കാലത്തേക്ക് ഇപ്പം എനിക്ക്. നീ കളയൂലെന്നൊക്കെ എനിക്കറിയാം. ഞാൻ കണ്ടായിരുന്നു പക്ഷെ ഞാൻ കണ്ടായിരുന്നു ടൈമിനെ കളയൂല എന്നൊക്കെ. നീ കളയണ്ട, വേണ്ട, എനിക്ക് ആവശ്യമില്ല. നോ താങ്ക്സ്. വലിയ ചെറിയ വളവാണെന്നാ പൈസ നമുക്ക് ഇവിടെ നിന്നൊരു ഈ വളവ് കേറുവാ. കേറൂല. ഈ വളവ് വളയുമാ എന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. പക്ഷെ വളഞ്ഞ് ഞാൻ വിചാരിച്ചിട്ട് റിവേഴ്സ് എടുക്കേണ്ടി വരും. താല്പര്യമില്ല, ആവശ്യമില്ല എനിക്കിപ്പോൾ. കുഴി കിടക്കും. അതാണ് ഞാൻ കരഞ്ഞു വേണമെങ്കിൽ. അതാണ് ഞാൻ സമ്മതിക്കൂല. പൈസ നമുക്ക് ഇനി വളച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോകാം. രണ്ട് നേരെ അങ്ങനെ ചാടിക്കാം. അതാണ് നമ്മുടെ സ്മൂത്തിൻ്റെ കളി. ഓക്കെ. അയ്യോ ചവിട്ടി കൂട്ടിക്കളനെ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാക്കകൾക്ക് വെൽക്കം. കണ്ട അയ്യോ ഓടിച്ചു വിടറാവുന്ന അങ്ങാട്ട്. അയ്യോ ഗൈസ് നമ്മുടെ ഇവിടെ കാക്കക്കൂട്ടം വന്നു. അപ്പം നമുക്ക് ഗൈസ് നമുക്ക് കാക്കക്കൂട്ടം അത്രയുള്ളൂ ബഡി. ഗൈസ് നമുക്കിനിപ്പോൾ അതിനെ പോകാം. നമുക്ക് ആ കാക്കേനൊന്ന് ഓടിച്ചു കണ്ട് വരാട്ടോ ഗൈസ്. ഗൈസ് നമുക്കിനിപ്പോൾ അതിനെ അങ്ങോട്ട് വിടാം. ചെയ്യാൻ കാക്കകളെല്ലാം ഓടിച്ചു വിടാറുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ അങ്ങോട്ട് ഭയങ്കര വലിയ മലകളാണല്ലോ ചെയ്യാനേ. കാക്കനെ ഓടിച്ചോണ്ട് ഓടിക്കാൻ തന്നെ വന്നാ. ഗൈസ് കൊള്ളാം. നിനക്ക് വേണമെങ്കിൽ തിരിച്ചിറങ്ങാൻ വേണ്ടി തരാം. വേണമെങ്കിൽ തരാം. ഇറങ്ങുമ്പോൾ വേണമെങ്കിൽ ഞാൻ തരാം ഗൈസ്. ഇപ്പം നമുക്ക് അവിടെ റിസോർട്ടൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. റിസോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇന്ന് ചെക്കൗട്ട് എന്ന് അവിടെ കയറി ഒരു ദിവസം താമസിക്കണമെങ്കിൽ താമസിക്കാം. അതിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം. അപ്പോൾ ഗൈസ് ഈ വളവങ്ങാട്ട് കയറണം ജെല്ലാ ചെയ്യാൻ. അവിടെ ബസ് ഇടിച്ചിട്ടാവനെ
പിടിച്ചിട്ടാനെ ആ പിടിച്ചിട്. എടാ വണ്ടി ഫ്രണ്ടിലായിട്ട് പോണില്ല അതിന് ആക്സിലേറ്റർ എടുത്തിട്ട്. അതല്ല ഞാൻ പറഞ്ഞ ഇടിച്ചിടാനോ. ഗൈസ് ഇടിച്ചിടാൻ പറ്റണില്ല അവനെ. വളച്ചിട്ട് വളച്ച് വിട്ട് ഇപ്പനെ ഉള്ളിലായിട്ട്. ആ ഗൈസ് ലിപ്പ് തട്ടും ഗൈസ്. തട്ടി ഗൈസ്. തട്ടുമെന്നല്ല തട്ടി ഗൈസ്. പവറേഷായിട്ട് അങ്ങോട്ട് താഴ്ത്തായിട്ട് പോട്ടേന്ന് വണ്ടി. ചെക്കനോടില്ല എന്ന് വെച്ചെങ്കിൽ നമുക്ക് സുഖമായിട്ട് പിന്നെയും പോകാമെന്ന്. പക്ഷെ ആ ചെക്കനോട് ഉണ്ടായിപ്പോയി. എന്ത് പറയാനാണ്. അവിടെ ഇടിച്ച് പൊളിക്കാതെ ചെയ്യാൻ അങ്ങോട്ട്. അതല്ല പൈന അങ്ങോട്ട് നീങ്ങോണ്ടവൻ. അതായിരിക്കും നമ്മുടെ വണ്ടി ഒന്നി തന്നെ ഇപ്പൊ സീവായി. അത് തന്നെ ചെക്കനെങ്കിലും ഗൈസ് തട്ടി പറഞ്ഞു. അയ്യോ മരത്തി കയറി ഗൈസ്. ആ ചെക്കൻ എങ്ങനെയെങ്കിലും നമ്മ മരത്തി നിന്ന് തട്ടിപ്പറഞ്ഞ് അങ്ങോട്ട് വിടാ. കയറി ഗൈസ് കയറി. ഇനി സീനില്ല. അവനെ കൊണ്ട് നീ കയറിയില്ല. അവനെ താഴ്ത്ത് കളിട്ടോ. ഓക്കെ അപ്പോൾ അയ്യോ ഞാൻ പോയി. ഗൈസ് റിവഞ്ച് എടുത്തതാണ്. അവനും പോയിട്ടുണ്ട്. കുഴപ്പമില്ല എനിക്ക്. നമ്മുടെ വണ്ടി മാത്രം കംപ്ലൈൻ്റ് ആയാൽ പോരില്ല. അവൻ്റെ വണ്ടി പോവണ്ടി. പക്ഷെ അവൻ്റെ വണ്ടി അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ് നമുക്ക് അവിടെ റിസോർട്ട് എടുത്തിട്ട് ഇനി നാളെ അവിടെ നിന്ന് നമ്മ വരുള്ളൂ അല്ലേ? അതെ നാളെ വരില്ല. അവിടെയാണ് നമ്മുടെ വ്യൂ പോയിൻ്റ് ഒക്കെ ഉള്ളതെന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞേക്കണത്. അയ്യോ ചത്ത്. അപ്പം നമുക്ക് ഇനി നേരെ കത്തിക്കാണ്ട് വിടാം. ഓക്കെ ഗൈസ്. പിന്നെ ഇവിടെ കുറേ മലകളുണ്ട്. നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. പക്ഷെ ഇറങ്ങി ആസ്വദിക്കാൻ പറ്റില്ല. നല്ല മഴയുണ്ട് ഗൈസ്. അതാണ് വേറെ പ്രശ്നം. വെറുതെ കുടുങ്ങിക്കിടന്ന് വെച്ചാൽ ഇങ്ങനെയല്ല കുടുങ്ങിയ. അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ റിവേഴ്സ് എടുക്കാം ഗൈസ്. പിന്നെ ഇവിടെയുള്ള ഡ്രൈവേഴ്സ് മണ്ടന്മാരാന്ന് തോന്നണ്ട. കാറൊക്കെ വെറുതെ അവിടെ കുടുക്കിയിട്ടൊക്കെ സുഖമായിട്ട് കൊണ്ടുവരാവേ അല്ലേ? ഇവിടെ കാറും കൊണ്ടുവന്നാലോ? കാറും കൊണ്ടാ എന്തിന് JCB കൊണ്ടുവരാണെങ്കിൽ. പക്ഷെ വേണ്ട. ഈ ബസ് ഓടിക്കണ പാടെ എനിക്കറിയുള്ളൂ. JCB പക്ഷെ JCB എന്താണെന്ന് അറിയാൻ പാടില്ലടാ. അയ്യോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഗൈസ് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങേണ്ടത് നമ്മുടെ ഇവിടെ നിന്ന് അവർ ചാട്ടം ചാടിച്ചാൽ മതി. എത്തിക്കോളൂന്ന് തോന്നുന്നു ബസ്. അയ്യോ സിയാനെ എത്തിക്കോളും. അപ്പോൾ ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിക്കപ്പിനെ വിളിച്ചിട്ട് വരാട്ടാ. ഞാൻ പറഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറേ കയറി ഗൈസ്. നമ്മൾ അതൊന്ന് കാണിച്ചു കാണാൻ ഭയങ്കര ഹെൽത്തി കുട്ടൻ വീഡിയോ ആയി പോകും. അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാനോ ഗൈസ്? നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം അല്ലേ ഗൈസ്? നിങ്ങൾ കണ്ടില്ലേ നമ്മ കുടുങ്ങിപ്പോയത് ഇത്തിരി അവിടെ ഞങ്ങാണ്ടൊക്കെ ആയിരുന്നു. ഇതേ ശരി. എപ്പോഴേക്കും റിസോർട്ട് ബുക്ക് ചെയ്യോ? റിസോർട്ട് അല്ലെങ്കിൽ വേണ്ട. നീ ഇപ്പം എൻ്റെ ഒപ്പം ബാ. ഞാൻ ക്യാമറ ഇങ്ങനെ അടിച്ചേക്കാം ഗൈസ്. നമ്മൾ കുടുങ്ങിപ്പോയത് ആ വളവിൻ്റെ അവിടെ എത്തിയിരുന്നു. ആ വളവ് കണ്ട നേരെ കാണുന്ന വളവില്ലേ ഗൈസ്? ഞാൻ ക്യാമറ എടുത്ത് സൂം ചെയ്ത് കാണിച്ചു തരാം. അയ്യോ അതേ ഗൈസ്. ആ വളവിൻ്റെ അവിടെ നമ്മൾ നേരത്തെ വീണ് പോയത്. നമ്മ ഇങ്ങോട്ട് കയറ്റിയെടുത്തോണ്ട് ഇത്രയും ദൂരത്തിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് നമ്മ ഇങ്ങനെ കയറ്റിയെടുത്താലുണ്ട് ഗൈസ്. ഇനി നമുക്ക് നമ്മ താമസിക്കാൻ പോണ റിസോർട്ട് കുറച്ച് പൊട്ട റിസോർട്ടാണെന്ന് ചോദിച്ചാൽ പൊട്ട റിസോർട്ടാണ് ഗൈസ്. കാരണം നമുക്ക് റിസോർട്ട് നോക്കണം. എന്താണ് കൊക്കെ? ഓ മൈ ഗോഡ് കൊക്ക ബാങ്ക് പൈസ. നമുക്ക് ഇവിടെ ആ നേരെ ഈ വീടെടുക്കാൻ നമുക്ക് റെഞ്ചിനെടുക്കാം ഇങ്ങോട്ട് അല്ലേ ചെയ്യാൻ? അതന്നെ ഈ വീടൊന്നും വേണ്ട. ഇപ്പോൾ 2 നില വീട്. 2 നില വീട് വേണം. നമുക്ക് ഈ വീട് മതി. ഗൈസ് നമുക്കിപ്പോൾ ഏത് വീട് എടുക്കണം? എടാ നമ്മൾ നാളെ പോകൂലേ? പിന്നെ എന്തിനാണ് ഇത്ര വലിയ വീടൊക്കെ? കാണിക്കണ്ടേ? റിച്ചാന്ന് നിന്റെ കിഡ്നി എടുത്ത് വിറ്റ് കാണിച്ചാൽ മതി. എടാ ഞാൻ റിച്ചാണ്ട് അറിയാൻ പാടില്ലാത്തറിയാം. ഞാൻ നോക്കട്ടെ. എന്റെ പാസ്വേഡ് ഒന്നും അറിയാൻ പറ്റില്ല. പാസ്വേഡ് ഞാൻ നോക്കട്ടെ. 10 വരെ ഒന്ന് അടിച്ചു നോക്കാം. 1 2 3 4 5 6 7 8 കിട്ടി. കിട്ടി. പറഞ്ഞുതരാം. ചെക്കൻ്റെ അക്കൗണ്ടിലുള്ള ഞാൻ നോക്കി പറഞ്ഞുതരാം ഗൈസ്. വെറും 3 രൂപ. ഓക്കെ അതാണ് നമ്മുടെ ചെക്കൻ്റെ റിച്ച് പരിപാടി. 3 രൂപയ്ക്ക് ഇതുപോലും കിട്ടാനുള്ള പൊട്ട. നമുക്ക് ഇത് വാങ്ങിച്ചേക്കാം. പൈസ ഇത് നമ്മൾ അങ്ങനെ റെഞ്ചിനെടുത്തിട്ടുണ്ട്. നമുക്ക് റെഞ്ചിനെടുക്കണം. പക്ഷേ സോറി ഗൈസ്. ഇവിടെ നോക്കുമ്പോൾ 2 എന്താ ഉലിക്കാണോടാ അത്? നോക്കി ഗൈസ്. ഉലിക്ക പോലെ മലയൊക്കെ ഉണ്ട്. അത് നമുക്കിപ്പോൾ നോക്കണ്ട. അപ്പോൾ അപ്പോൾ ഗൈസ് ഞങ്ങൾ ഉറങ്ങട്ടെ. ഇരുട്ടാവാറായി. അപ്പോൾ ബസ്സിൻ്റെ ലൈറ്റൊക്കെ ഓഫ് ആക്കണല്ലോ. ബാറ്ററി ഇറങ്ങി പൊട്ട. ബാറ്ററിയൊക്കെ ഇറങ്ങി പോട്ടെ. അപ്പോൾ ഗൈസ് വണ്ടിയെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ വണ്ടി ഇട്ടിട്ട് നേരെ അവിടെ പോയി കിടന്നുറങ്ങാം. അപ്പോൾ ഗൈസ് ഉറങ്ങിയിട്ട് നീ ഇപ്പോൾ തന്നെ ഉറങ്ങണം. ഇതൊക്കെ അത് നടന്നുകൊണ്ട് ഉറങ്ങും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്ട് നാളെ നമുക്ക് ഇവിടെ നിന്ന് പോകണം.
തിരിച്ച്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേര് ഞാൻ. അപ്പോൾ ഓക്കെ ബൈ. ബൈ.